BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ 4ാം പതിപ്പ് നവംബർ 3 മുതൽ 8 വരെ നടക്കും. 23 അറബ് രാജ്യങ്ങളിൽ നിന്ന് മൊത്തം 89 ചിത്രങ്ങളാണ് ഇത്തവണ. ഫെസ്റ്റിവലിൻ്റെ ഔദ്യോഗിക മത്സരം 5 പ്രധാന വിഭാഗങ്ങളിലായി തിരിച്ചിട്ടുണ്ട്. ബഹ്റൈൻ ഫിലിം ക്ലബ്ബുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മനാമ ക്യാപിറ്റൽ ഓഫ് അറബ് മീഡിയ പരിപാടിയുടെ ഭാഗമായി നവംബറിൽ സെലിബ്രേറ്റ് ഓഫ് ഫിലിം മേക്കിംഗ് എന്ന പ്രമേയം ഉൾക്കൊള്ളുന്ന മേളയുടെ 4ാമത്തെ പതിപ്പ് സംഘടിപ്പിക്കും. ഇൻഫർമേഷൻ മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടെ നടക്കുന്ന ഈ ഫിലിം ഫെസ്റ്റിവൽ അറബ് ഗൾഫ് ചലച്ചിത്ര പ്രവർത്തകരുടെ വിപുലമായ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്. സിനിമാ പ്രദർശനങ്ങൾ കൂടാതെ ശില്പശാലകളും സെമിനാറുകളും സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. IYCC ബഹ്റൈൻ ഗുദൈബിയ ഹൂറ ഏരിയ കമ്മിറ്റിയുടെ ഏരിയ കൺവെൻഷനും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനാഘോഷങ്ങളും സദ്ഭാവന ദിവസ് എന്ന പേരിൽ വിപുലമായി സംഘടിപ്പിച്ചു. വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടലിലും മലയിടിച്ചിലിലും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച യോഗത്തിന് ഗുദൈബിയ ഹൂറ ഏരിയ സെക്രട്ടറി സൈജു സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് സജിൻ കുമാറിന്റെ അധ്യക്ഷതയിൽ IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദേശീയ കമ്മിറ്റിയുടെ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. IYCC ദേശീയ കമ്മിറ്റിയുടെ വയനാട് അതിജീവന പദ്ധതികൾക്ക് ഏരിയ കമ്മിറ്റിയുടെ പിന്തുണ ദേശീയ പ്രസിഡന്റിന് അഭ്യർത്ഥിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ദേശീയ ട്രഷറർ ബെൻസി ഗനിയുടെ, IYCC ബഹ്റൈൻ മുൻ പ്രസിഡന്റ് ജിതിൻ പരിയാരം, വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ, ജോയിന്റ് സെക്രട്ടറി രാജേഷ് പന്മന, വിവിധ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മുൻ ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി മുഖ്യ പ്രഭാഷണം നടത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രാജ്യത്തിനായി നൽകിയ സംഭാവനകൾ അദ്ദേഹം വിശദീകരിച്ചു. ഗുദൈബിയ ഹൂറ ഏരിയയിലെ പുതിയ അംഗങ്ങൾക്ക് ചടങ്ങിൽ വെച്ച സ്വീകരണം നൽകി. വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള ഭാരവാഹികൾ സന്നിഹിതരായിരുന്നു. ജോയിന്റ് സെക്രട്ടറി സിദ്ദീഖ് നന്ദി രേഖപ്പെടുത്തി. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ ഓണോത്സവം 2024 ഭാഗമായി സംഗീത റെസ്റ്റോറൻറ്റുമായി ചേർന്ന് പായസം മത്സരവും തിരുവാതിര കളിയും സംഘടിപ്പിച്ചു. സൊസൈറ്റി അങ്കണത്തിൽ നടന്ന മത്സരത്തിൽ നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തു. മികച്ച മത്സരം കാഴ്ചവെച്ച തങ്കകുമാർ, സൗമ്യ സതീഷ്, അശ്വിനി അരുൺ എന്നിവർക്ക് സംഗീത റെസ്റ്റോറൻറ്റ് ഏർപ്പെടുത്തിയ സമ്മാനങ്ങൾ, പായസ മത്സരം വിധികർത്താക്കളായി എത്തിച്ചേർന്ന പ്രശസ്ത ഷെഫ് UK ബാലൻ, ബഹ്റൈനിൽ വിവിധ പാചക മത്സരങ്ങളിൽ വിജയിയായിരുന്ന മായ ഉദയകുമാർ എന്നിവർ ചേർന്ന് നൽകി. തുടർന്ന് ശുഭാജിത്തിന്റെ നേതൃത്വത്തിൽ സൊസൈറ്റി വനിതാവേദി പ്രവർത്തകർ സംഘടിപ്പിച്ച തിരുവാതിരയും അരങ്ങേറി. കുടുംബാംഗങ്ങളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ സൊസൈറ്റി ചെയർമാൻ സനീഷ് കുറുമുള്ളിൽ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി സെക്രട്ടറി ബിനുരാജ് രാജൻ സ്വാഗതവും എന്റർടൈൻമെന്റ് സെക്രട്ടറി ബിനുമോൻ നന്ദിയും രേഖപ്പെടുത്തി. ഓണോത്സവം 2024 ജനറൽ കൺവീനർ അജിത് പ്രസാദ് പരിപാടികൾ നിയന്ത്രിച്ചു. ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ അത്തപ്പൂക്കള മത്സരം, കൈകൊട്ടിക്കളി, കുട്ടികളുടെ ഓണാഘോഷ പരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. യുണൈറ്റഡ് നഴ്സസ് ഓഫ് ഇന്ത്യ ബഹ്റൈൻ ബീറ്റ് ദ ഹിറ്റ് പരിപാടിയുടെ ഭാഗമായി സൽമാനിയ ഹൂറ, അദ്ലിയ, ഉമ്മുൽ ഹാസം, മനാമ, റിഫ, ജുഫൈർ, തുബ്ലി എന്നിവയിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലുള്ള ഔട്ട്ഡോർ തൊഴിലാളികളിലേക്ക് എത്തിച്ചേരുകയും കഠിനമായ ചൂടിനെ ചെറുക്കുന്നതിന് നിർണായക പിന്തുണയും ആവശ്യമായ കിറ്റുകളും വിതരണം ചെയ്യുകയും ചെയ്തു. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സ്ഥാപകൻ സയ്യിദ് ഹനീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. UNIB പ്രതിനിധികളായി വൈസ് പ്രസിഡന്റ് അനു ഷജിത്, സെക്രട്ടറി ലിത മറിയം, പ്രോഗ്രാം കമ്മിറ്റി മെമ്പേഴ്സ് ഹരി, ഷേർലി, അപർണ, സുജി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സായ അർച്ചന ഡോൺ എന്നിവരും പങ്കെടുത്തു. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ബഹ്റൈൻ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ച പ്രധാന ഉപവിഭാഗമായ ഗുരു സാന്ത്വനം ഉപദേശക സമിതിയുടെ 2024-25 കാലയളവിലേക്കുള്ള പ്രവർത്തന സമിതി ഉദ്ഘാടനം SNCS ഓഡിറ്റോറിയത്തിൽ യുനീക്കോ കമ്പനി ഗ്രൂപ്പിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് മാനേജറും സാമൂഹിക പ്രവർത്തകനുമായ ജയശങ്കർ വിശ്വനാഥൻ നിർവഹിച്ചു. ഗുരു സാന്ത്വനം ജനറൽ കൺവീനർ ശോഭി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പ്രശാന്ത് KK സ്വാഗത പ്രസംഗം നടത്തി. SNCS ചെയർമാൻ കൃഷ്ണകുമാർ D, ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS എന്നിവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. SNCS പ്രവർത്തന സമിതിയുടെ ഭാഗമായി വയനാട് ദുരന്തത്തിൽ നിരാലംബരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം 4 ലക്ഷം രൂപ ചടങ്ങിൽ വെച്ച് ചെയർമാൻ പ്രഖ്യാപിച്ചു.
ഗുരുസാന്ത്വനം ജോയിന്റ് സെക്രട്ടറി സുരേഷ് ശിവാനന്ദൻ എല്ലാവർക്കും നന്ദി അറിയിച്ചു. അക്ഷര സജീവൻ മുഖ്യ അവതാരകയായ ചടങ്ങിൽ കുട്ടികളുടെ നൃത്ത പരിപാടികളും അരങ്ങേറി. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ ചരിത്രത്തിലെ സമുന്നത നേതാക്കളായിരുന്ന പി കൃഷ്ണപിള്ള, സി അച്യുതമേനോൻ അനുസ്മരണം ബഹ്റൈൻ നവകേരള ഇന്ത്യൻ ക്ലബ്ബിൽ സംഘടിപ്പിച്ചു. പി കൃഷ്ണപിള്ള അനുസ്മരണം മുൻ ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാനും പൊതുപ്രവർത്തകനുമായ ആർ പവിത്രൻ നടത്തി. സി അച്യുതമേനോൻ അനുസ്മരണം ബഹ്റൈൻ നവകേരള കോർഡിനേഷൻ കമ്മിറ്റി അംഗം SV ബഷീർ നിർവഹിച്ചു. കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ഷാജി മുതല, പൊതുപ്രവർത്തകരായ EA സലീം, രഞ്ജൻ ജോസഫ്, നവകേരള കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതാക്കളെ അനുസ്മരിച്ച് സംസാരിച്ചു. ബഹ്റൈൻ നവകേരള പ്രസിഡന്റ് NK ജയിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി MK സുഹൈൽ സ്വാഗതവും കോർഡിനേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ജേക്കബ് മാത്യു നന്ദിയും പറഞ്ഞു. ഇന്ത്യയിൽ പാചകവാതക വില വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറുകൾക്ക് 39 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതക വിലയിൽ മാറ്റമില്ല. കൊച്ചിയിൽ 19 കിലോ സിലിണ്ടറിന്റെ പുതിയ വില 1701 രൂപയായി. പുതിയ വില ഇന്നലെ മുതൽ നിലവിൽ വന്നു. വില കൂട്ടിയതോടെ 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില ഡൽഹിയിൽ 1691.50 രൂപയായി വർദ്ധിച്ചു. 14 കിലോ ഗാർഹിക പാചകവാതകത്തിന് ഡൽഹിയിൽ 803 രൂപയാണ്. ജൂലൈ 1-ന് വാണിജ്യ രൂപ സിലിണ്ടർ 1-ന് 30 രൂപ കുറച്ചിരുന്നു. ഓഗസ്റ്റിലെ വില നിർണ്ണയത്തിൽ 8.50 രൂപ കൂട്ടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സെപ്റ്റംബറിൽ 39 രൂപ വർദ്ധിപ്പിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും ഉണ്ടായ വിവാദങ്ങളിലും പ്രതികരിച്ച് നടൻ മമ്മൂട്ടി. സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന ആരോപണം മമ്മൂട്ടി നിഷേധിച്ചു. സിനിമാ രംഗത്ത് ശക്തി കേന്ദ്രങ്ങളില്ല, അങ്ങനെയൊന്നും നിലനിൽക്കാൻ പറ്റുന്ന രംഗമല്ല സിനിമയെന്ന് മമ്മൂട്ടി പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു. അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത്. പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ എന്ന് മമ്മൂട്ടി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമ തടസ്സമുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും മമ്മൂട്ടി പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ചാലിയാറിലൂടെ ഒഴുകി വന്ന ഒരു ശരീരഭാഗം ഞായറാഴ്ച കണ്ടെത്തി. പുഴയോരത്തെ കിണറുകൾ വൃത്തിയാക്കാനിറങ്ങിയ ട്രോമ കെയർ അംഗങ്ങളും നാട്ടുകാരുമാണ് അമ്പിട്ടാംപൊട്ടി ഭാഗത്ത് നിന്ന് ശരീരഭാഗം കണ്ടെത്തിയത്. അഴുകിയ നിലയിലുള്ളതായിരുന്നു ശരീരഭാഗം. പോത്തുകല്ല് SI K സോമന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹ ഭാഗം ആംബുലൻസിൽ പോസ്റ്റ്മോർട്ടത്തിനായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് അയച്ചു. ചാലിയാറിൽ അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി മൃതദേഹങ്ങളോ ഭാഗങ്ങളോ കണ്ടെത്തിയിരുന്നില്ല. വടക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അസ്ന ചുഴലിക്കാറ്റ് തിങ്കളാഴ്ച തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെക്കൻ ഒഡീഷയ്ക്കും തെക്കൻ ഛത്തീസ്ഗഡിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച തെക്കൻ ഛത്തീസ്ഗഡ് വിഭറയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദമായി മാറും. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ വ്യാപകമായി അടുത്ത 7 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തിങ്കളാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.